ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇത് കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നല്ലൊരു വ്ളോഗാട്ടോ. ഒരൊറ്റ വ്ളോഗിലാണ് എല്ലാതും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കല്യാണത്തിന് തലേന്നത്തെ വിശേഷങ്ങളും കല്യാണത്തിന് അന്നത്തതും അതിന് മുമ്പത്തതും ഒക്കെ. അപ്പോൾ ലാസ്റ്റത്തെ വ്ളോഗിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അതായത് നമ്മൾ റീനെ ഹോസ്റ്റലിലാക്കി തിരിച്ച് വൈകുന്നേരം വന്ന് റോസൂനെടുത്ത് പിന്നെ റോസൂനെയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ വൈകുന്നേരം മഗ്‌രിബിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ മൈലാഞ്ചി ഇടലാണ്, തകൃതമായിട്ടുള്ള മൈലാഞ്ചി ഇടലാണ്. ഞങ്ങൾ പിന്നെ ഇരിക്കാതെന്ന് വെച്ചാൽ റീനു ഹോസ്റ്റലിലായി. പിന്നെ ഉമ്മ ഇവിടെ ഇക്കടെ ഉമ്മ നാത്തൂൻ്റെ വീട്ടിലായിരുന്നു. പിന്നെ ഞങ്ങളെ വീട്ടിലെത്തിയപ്പോഴും എന്തോ ഒരു മൂഡ് ഓഫ്, ഒരു നിശബ്ദത. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇങ്ങോട്ടേക്ക് വരാമെന്ന്. അപ്പോൾ ഇവിടെ മൈലാഞ്ചി ഇടലൊക്കെ ആയിരുന്നു. അതായത് കല്യാണത്തിന് തലേന്ന് ഇപ്പോൾ കല്യാണ തലേന്ന് മൈലാഞ്ചി ഇടലൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഓൾറെഡി ഇതൊക്കെ ഇട്ട് വെക്കും. തലേന്നൊക്കെ നമ്മളെല്ലാവരും സെറ്റായി ഫ്രീ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദാ കല്യാണപ്പെണ്ണ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മൈലാഞ്ചിയൊക്കെ ഇട്ടു. വെറുതെ ഡ്രസ്സ് ചേഞ്ച് ചെയ്താട്ടോ, ആരും ഇല്ല, നമ്മൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ദാ കല്യാണ തലേന്ന് വന്നു കേട്ടോ. അതായത് കല്യാണ തലേന്ന് നമ്മൾ ഇട്ടിട്ടുള്ള ഡ്രസ്സ് കണ്ടോ, അത് നമ്മൾ ഹൗസ് വാമിങ്ങിൻ്റെ ഡ്രസ്സാണ്. പക്ഷേ ഞാൻ സാരിയാട്ടോ. കാരണം കല്യാണം തലേന്ന് ആര് പറഞ്ഞാന്നറിയില്ല, എല്ലാവരും സാരി എടുക്കണം എന്ന് പറഞ്ഞു. എൻ്റെ മൈലാഞ്ചി കണ്ടില്ലേ, നല്ല റെഡ് കളർ ആയിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ തൊപ്പി പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് ചുവപ്പ് കളർ ഇട്ടാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ആക്കിയത്. പക്ഷേ പിന്നീട് അത് കയ്യിലിങ്ങനെ അടർന്നു പോകുന്നു, സ്കിന്നിനൊക്കെ കേടായിപ്പോയി അങ്ങനെ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ ഫാബ്രിയ ഡിസൈൻസിലാണ് നമ്മളെ ഹൗസ് വാമിങ്ങിൻ്റെ ഡ്രസ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളെ കല്യാണത്തിൻ്റെ ഡ്രസ്സും അവിടെ നിന്ന് തന്നെയാണ്. ഞാനിപ്പോൾ പോയിട്ടുള്ള കല്യാണ ഡ്രസ്സ് എടുക്കാനില്ല കേട്ടോ. കല്യാണ ഡ്രസ്സ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് ഡേ ആണ് കല്യാണം. പിന്നെ ഇതിപ്പം എൻ്റെ ബ്ലൗസ് റെഡിയാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതെടുത്തിട്ട് വന്നു. ഇന്ന് രാത്രി കല്യാണത്തിൻ്റെ ഡ്രസ്സും കിട്ടും. ഞാനെല്ലാം ലാസ്റ്റ് മൊമെൻറ്റിൽ ചെയ്യുള്ളൂ. കാരണം പറഞ്ഞല്ലോ, ഇക്കാൻ്റെ ഈ സിറ്റുവേഷൻ എല്ലാം കൂടി ആയപ്പോഴും എനിക്കൊന്നിനൊരു മൂഡില്ലായിരുന്നു. പിന്നെ എന്തായാലും നമ്മൾ കല്യാണത്തിന് പോകുന്ന ഉറപ്പ് വന്നപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ അതൊക്കെ ചെയ്തത് കേട്ടോ. ഇക്കാണെങ്കിൽ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല, അതാണ് അതിനേക്കാളും തമാശ. അതൊക്കെ നിങ്ങൾക്ക് ഈ വ്ളോഗ് കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ഞങ്ങളിതാ ഫാബ്രിയെന്ന് നമ്മൾ ബ്ലൗസ് എടുത്തു. ഇനി ഞാൻ എനിക്ക് സാരി എടുക്കാനുള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ ശരിക്കും. പിന്നെ എനിക്ക് മനസ്സിലായത് നല്ലൊരു ഏർപ്പാടാണ്. കാരണം ഇതാണ് നമ്മുടെ സാരി, എൻ്റെ സാരി, ഞാൻ എടുക്കാൻ പോകുന്ന സാരി. ബ്ലൗസ് പുതിയതാണ്, സാരി ഒരു 19 വർഷം പഴക്കമുള്ള ഞങ്ങളുടെ കല്യാണ സാരി കേട്ടോ. അപ്പോൾ അത് എടുക്കാനുള്ള, ഞാനന്ന് കല്യാണത്തിന് എടുത്തിട്ട് പിന്നെ ഒരു ദിവസം എങ്ങാനും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ സാരി എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതെപ്പോഴാണ് എടുക്കാൻ പോകുന്നത്. പിന്നെ ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് ഫാമിലി വെഡ്ഡിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള അറോറ ബ്യൂട്ടി സലൂണിലാണ്. അപ്പം ഞാൻ മുമ്പും ഇവരുടെ വീഡിയോസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നല്ല സർവീസാണ് കേട്ടോ. നമുക്ക് വീണ്ടും വീണ്ടും വരാൻ തോന്നും. നല്ല എന്താ പറയുക, എല്ലാവരും നല്ല രീതിയിലാണ് ട്രീറ്റ് ചെയ്യും നമ്മളെ. നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തും തരും. അപ്പോൾ എനിക്കും മക്കൾക്കും, ഞാൻ ഏതായാലും സാരി എടുക്കാൻ വന്നല്ലേ, അപ്പോൾ എനിക്കും മക്കൾക്കുള്ള മേക്ക് ഓവറും കൂടി ചെയ്യാം, സിമ്പിൾ മേക്ക് ഓവർ മതി എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇതിൻ്റെ ആ ഒരു സുഖം മനസ്സിലായപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇനി എല്ലാ ഫംഗ്ഷനും ഇങ്ങനെ ചെയ്യാമല്ലോ എന്ന്. എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് ഓടി നടക്കായിരിക്കും. റൂഹിനെ റെഡിയാക്കണം, റോസിനെ റെഡിയാക്കണം, റീന എല്ലാവരും എൻ്റെ അടുത്തൊക്കെ വരാം. എന്നിട്ട് റീനുവിന് ഷോൾ വരെ കുത്തി കൊടുക്കണം, റോസിനും കുത്തി കൊടുക്കണം. ഇനി എൻ്റെതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെതാവുമ്പോൾ അതിനെക്കാട്ടും കഷ്ടം. പിന്നെ റോസിൻ്റെ ഒക്കെ മുടി ശരിയാക്കണം. ഒരുപാട് നമ്മൾ വീട്ടിലെ തിരക്കുകൾക്കിടയിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ടാസ്ക് തന്നെയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല രസമാണ്. നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ മേക്ക് ഓവറൊക്കെ ചെയ്താൽ, ഈ മേക്ക് ഓവർ ചെയ്യണം നിർബന്ധമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പക്ഷെ നമ്മൾ വീട്ടിൽ ഫംഗ്ഷനല്ലേ, ഒരു കുട്ടികൾക്കൊക്കെ ഒരു ഇഷ്ടമുള്ള കാര്യമില്ലേ, അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെ ചെയ്തതാണ്. പിന്നെ ആരെ വരണേ നോക്കിയാൽ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയ ആളാണ്, കല്യാണത്തിനായിട്ട് വരുവാണ്, ലീവ് ഉണ്ടല്ലോ കർക്കിടക വാവായിട്ട്. അപ്പം അവൾ ബസ് കയറിയിട്ട് ഞങ്ങളെ വീടിൻ്റെ അവിടെ ഇറങ്ങി, അവിടെ നിന്ന് ഉപ്പ അങ്ങോട്ടൊക്കെ കൊണ്ടുവന്നതാണ് കേട്ടോ. എൻ്റെ ഉപ്പാൻ്റെ കൂടെയാണ് വരുന്നത്. അവൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് വരുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഒറ്റയ്ക്ക് വിടണ്ട പറഞ്ഞിട്ട് ഉപ്പ കൂടെ വരുവാണ്. അങ്ങനെ പിന്നെ ഇവിടെ ആക്കി. എൻ്റെ ഈ ഒരു സാരി ഇട്ടിട്ടുള്ള കണ്ടിട്ട് ഉപ്പാക്ക് തന്നെ മനസ്സിലാവുന്നില്ല, കാരണം ഞാൻ സാരി ഉടുക്കാറില്ലല്ലോ. പക്ഷേ എനിക്ക് എന്തോ ഇവരെടുത്ത് തന്നപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയും നല്ല വൃത്തിയിൽ സാരി എടുക്കുന്നത് കേട്ടോ. ഞാൻ സാരി എടുത്തിട്ടുണ്ട്, പലരും എനിക്ക് എടുത്തുന്നിട്ട്, പക്ഷേ എനിക്കത് ആ ഒരു പെർഫെക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് എനിക്ക് ആ എനിക്ക് തന്നെ കംഫർട്ടബിളായിട്ട് തോന്നി. അപ്പോൾ ഒരു രസമുണ്ട് കേട്ടോ സാരിയൊക്കെ എടുക്കുമ്പോൾ. അപ്പോൾ ഞാൻ വല്ലപ്പോഴൊക്കെ സാരി എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. റോഹിമോളെ കണ്ടോ, റോഹിമോള് ചെറിയൊരു മേക്ക് ഓവറേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ലിപ്സ്റ്റിക്കൊക്കെ ഞാൻ നമ്മുടെ റോസ് ഹെർബൽസിലെ ലിപ് ബാമൊക്കെയാണ് തേച്ച് കൊടുത്തിട്ടുള്ളത്. അവൾക്ക് റോസും എന്താ ചെയ്യണം അതേപോലെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടേ പിന്നെ അവിടുന്ന് വഴക്കിട്ട് കരയൊക്കെ ചെയ്യും. പിന്നെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്ത്, അല്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഒരു ഫംഗ്ഷൻ നമ്മൾ മുടിയൊക്കെ കെട്ടി നല്ല അടിപൊളിയായിട്ട് പോയാൽ
അപ്പോൾ എന്തൊക്കെയോ കാട്ടിയിട്ട് വെറുതെ തല ചൊറിയും, എന്നിട്ട് ആ മുടിയാണ്ട് കേടാക്കും. നമ്മൾ എത്ര നല്ലപോലെ ആക്കിയാലും അങ്ങനെ. അപ്പോൾ ഹെയർ ഒന്ന് സെറ്റാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ മേക്കപ്പ് ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ട്, റോസും. ഞാനും ഇതേപോലെയായിരുന്നു കേട്ടോ. എൻ്റെ അതേ ഫോട്ടോ കോപ്പിയാണ് റോസും. മേക്കപ്പ് ചെയ്യണം, നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സ് ചെയ്യണം, അങ്ങനെയൊക്കെ. ഞാനിപ്പം മാറിയതാണ്, പണ്ട് അങ്ങനെയല്ലായിരുന്നു. എനിക്ക് ഭയങ്കര മേക്കപ്പ്, കണ്ണാടിൻ്റെ മുമ്പിൽ ഒരു 2 മണിക്കൂറെങ്കിലും നിൽക്കും ഒരു ഫംഗ്ഷന് പോകണമെങ്കിൽ. എൻ്റെ ഉപ്പാൻ്റെ ഉമ്മക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. കാരണം ഒരു ഫംഗ്ഷന് പോകുന്നതിൻ്റെ ഒരു 2-3 മണിക്കൂർ മുമ്പ് എന്നോട് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പോകാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഞാനിതായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം 5 മിനിറ്റിൽ ഞാൻ റെഡിയാവും. അത് ഭയങ്കര മാറ്റമാണ് എനിക്ക് തോന്നിയത്. ഇപ്പം ഞാൻ ഇതിലിപ്പോൾ ഒന്ന് മേക്ക് ഓവർ ചെയ്യുന്നുണ്ട്. കാരണം നമുക്കുണ്ടാവില്ലേ ചെറുതായിട്ടൊക്കെ ഒന്ന് ഒരുങ്ങി നടക്കാനൊക്കെ ആഗ്രഹം. ഞാനങ്ങനെ ഒരു ഓവറായിട്ട് മേക്കപ്പ് ഇട്ടിട്ട് നടക്കാറൊന്നുമില്ല. പക്ഷേ ഇന്ന് ഞാൻ മേക്കപ്പ് അത്യാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആരെങ്കിലും ചെയ്തു തരാനുണ്ടാകുമ്പോൾ രസമല്ലേ. നമ്മൾ തന്നെ ചെയ്യാൻ വിചാരിക്കും മടിയാവും. ഞാനൊരു മോയ്സ്ചറൈസറും പിന്നെ എന്തെങ്കിലും ഒരു ക്രീമും തേക്കാറുള്ളൂ. വേറെ പൗഡറോ അങ്ങനെ കോമ്പാക്റ്റോ അങ്ങനെ ഒന്നും തേക്കാറില്ല. ഇന്നിപ്പം എനിക്ക് അത്യാവശ്യമല്ല, ഒരു സിമ്പിൾ മേക്കപ്പ് മതി എന്ന് പറഞ്ഞു. ഓവറായിട്ട് മനസ്സിലാവരുതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ബ്ലൗസൊക്കെ എങ്ങനെയുണ്ട്? ബ്ലൗസും ഫാബ്രിയ ഡിസൈൻസ് നിന്ന് റെഡിയാക്കി തന്ന കേട്ടോ. ഞാൻ സെയിം കളർ, സാരീൻ്റെ സെയിം കളറായിരുന്നു അവരോട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അത് ആക്കിയാൽ ഭയങ്കര ബോറാവും, അതിൻ്റെ കോൺട്രാസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ കളറിൽ തന്നെ ഷോൾ അവർ ചെയ്തു തന്നു. ശരിക്കും എനിക്ക് പേഴ്സണലി ഫാബ്രിയ ഡിസൈൻസിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഐഡിയാസ് ഉണ്ട് ഇത്തക്ക്. അപ്പോൾ ആ ഐഡിയ കണ്ട് നമ്മൾ പറയുമ്പോൾ നമ്മളെ ഡ്രസ്സ് തന്നെ നമ്മൾ മാറി കേട്ടോ. ആ ഒരു പഫ് വെച്ചതും ബാക്കിൽ ആ ചെറിയൊരു പൂ വർക്ക് വെച്ചതും ബ്ലൗസിൻ്റെ ഒക്കെ ഭയങ്കര ഒരു എലഗൻ്റായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഫംഗ്ഷന് ഞാനിതിട്ട് പോയപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ പറഞ്ഞു നല്ല രസമുണ്ടെന്ന്. മേക്കപ്പും നല്ല സിമ്പിളായിട്ടുണ്ട്, ഡ്രസ്സും നല്ല സിമ്പിളായിട്ടുണ്ട്, നല്ല ഭംഗി വ്യത്യസ്തമുണ്ട് എന്നൊക്കെ പറഞ്ഞു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ മേക്ക് ഓവർ ചെയ്തിട്ടുള്ളത് അറോറ, നമ്മളെ തിരൂർ ഫാമിലി വെഡ്ഡിങ് സെൻറ്റർ നേരെ ഓപ്പോസിറ്റുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ റോസും റൂഹിയൊക്കെ ഇട്ടുള്ള ഡ്രസ്സില്ലേ, റീനൊക്കെ ഇട്ടുള്ള ഡ്രസ്സ്, അതും എൻ്റെ ബ്ലൗസും എല്ലാം ചെയ്തിട്ടുള്ളത് ഫാബ്രിയ ഡിസൈൻസ്. അത് PSM ആർക്കേഡില്ലേ അതിൻ്റെ തൊട്ടടുത്ത്, അതായത് ഉള്ള ബിൽഡിങ്ങിലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ അവിടെ എത്തി. ഞാൻ ഡീറ്റെയിൽസൊക്കെ ഞാൻ പിന്നീട് കമൻ്റ് ആയിട്ടിടാം, അവർ കോൺടാക്ട് ചെയ്ത ഡീറ്റെയിൽസൊക്കെ കേട്ടോ. അപ്പോൾ നമ്മളെ കല്യാണപ്പെണ്ണിനെ കണ്ടില്ലേ, മിന്നു, പിന്നെ നാത്തൂന് ഹിബ, ഷാൽജിൻ്റെ വൈഫ്. പിന്നെ ഞങ്ങളൊരു മൂലക്കലിരുന്നു. കാരണം ഇക്കാക്ക് ഒരുപാട് ഇൻഫെക്ഷൻ പ്രശ്നമുള്ള ഒരുപാട് ആളുകളുടെ ഇടയിൽ നിൽക്കാനൊന്നും പറ്റില്ല. അങ്ങനെ പിന്നെ കുറച്ചൊരു മൂലയിൽ ഒതുങ്ങിയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ കാണാൻ വരുന്നു. പക്ഷേ എന്താ വെച്ചാൽ നമ്മൾ കല്യാണം കൂടാണ്ട് നമ്മളൊരു ഭാഗത്ത് നിന്നിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ നമുക്ക് കൂടുതൽ വിഷമമാവുള്ളൂ, ടെൻഷനാവുള്ളൂ. അപ്പോൾ എല്ലാം ഡോക്ടറും പറഞ്ഞു നമ്മൾക്ക് ഹാപ്പിനെസ് എങ്ങനെയാണ് വരുന്നത് അതൊക്കെ നമ്മൾ ചെയ്യണം എന്ന്. അപ്പോൾ എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട് അഭിപ്രായം പറയട്ടോ. സാരി എങ്ങനെയുണ്ട് അതും പറയണേ. ബോറാണെന്നൊന്നും പറയരുത് പ്ലീസ്. അപ്പോൾ എല്ലാവരും സാരിയിലുള്ള നമ്മൾ ഫാമിലിയിൽ എല്ലാവരും സാരി എടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ആ ഒരു ഫോട്ടോ എടുക്കുമായിരുന്നു. പിന്നെ എൻ്റെ ഉമ്മയും കാക്കിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കല്യാണത്തലേന്ന്. പിന്നെന്താ, അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചാൽ അന്ന് ഞങ്ങൾ അധികം കാര്യമായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അന്നല്ല, കല്യാണത്തിന് അന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് എന്താ പറയുക, പണ്ടത്തെ പോലെ എനിക്കിങ്ങനെ വീഡിയോ എടുത്ത് നടക്കുന്നൊന്നും ഇപ്പോൾ താല്പര്യമില്ല. പിന്നെ നമ്മുടെ വ്യൂവേഴ്സിനാണെങ്കിലും ഒരുപാട് വീഡിയോ എടുക്കണമെന്നൊന്നും മീൻസ് നമ്മൾ ഫംഗ്ഷൻ വീഡിയോസ് ഒന്നും വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു. എല്ലാവർക്കും വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നൊക്കെയാണ്, വീട്ടിലെ കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളും പാത്രങ്ങളും അതൊക്കെ കാണുന്നതിന് തോന്നുന്നു കുറച്ചുകൂടെ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓവറായിട്ട് എടുത്തിട്ടില്ല, കുറച്ച് മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. കുറേ നേരം കുറേ കഴിഞ്ഞിട്ടാണ് പോകുന്നത് അവിടെ നിന്ന്. കല്യാണപ്പെണ്ണിൻ്റെ അതും സാരി തന്നെയാണ്, അതും നല്ല രസമുണ്ടായിരുന്നു. കളറ് നല്ല ഭംഗിയുള്ളൊരു കളറായിരുന്നു കേട്ടോ. പിന്നെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു, ഗാനമേളയല്ല, പാട്ട് പാടുന്നുണ്ടായിരുന്നു അവിടെ. നമ്മളെ ഫാമിലി മെമ്പേഴ്സ് തന്നെയായിരുന്നു. നാത്തൂൻ നല്ല ബിസിയാണ്. പിന്നെ എല്ലാവരും ബിസി ആയിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ ഇങ്ങനെ അവിടെ ഇരിക്കുകയായിരുന്നു ഒരു ഭാഗത്ത്. നമുക്ക് പിന്നെ പണിയൊന്നുമില്ലല്ലോ. വീട്ടിലൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുക. പിന്നെ എനിക്കെൻ്റെ സാരി കണ്ടിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ തോന്നുന്നുണ്ടായിരുന്നു. എന്താ പറയുക, സത്യം പറയുകയാണെങ്കിൽ ഞാൻ തന്നെ ഭയങ്കരമായിട്ട് എനിക്ക് തന്നെ തോന്നുക നല്ല രസമുണ്ടല്ലോ എന്ന്. ഞങ്ങളെ കല്യാണ സാരീൻ്റെ ഒരു ലുക്കും കണ്ടോ. ഓക്കെ, അപ്പം
പിന്നെ എല്ലാവരും കൂടി ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു. ഇക്കാക്കാണ് ഭയങ്കര ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. അതുവരേക്കും മീൻസ് ഇതിന് കുറച്ച് ഒരു 1-2 ദിവസം മുമ്പ് തന്നെ ഭയങ്കര ക്ഷീണം പിടിച്ച് നിന്ന ആളാട്ടോ. പിന്നെ ഇക്ക ഈ 2 ദിവസങ്ങളൊന്നും കീമോ ടാബ്ലറ്റ് കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഡോക്ടർ പറഞ്ഞിരുന്നു, വായിൽ ചെറിയ മുറി വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് നിർത്തിക്കോന്ന്. അപ്പോൾ എന്തോ പറഞ്ഞ പോലെ വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാലെന്ന് പറഞ്ഞ മാതിരിയായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഇക്ക എണീറ്റ് നടക്കുന്നു. മറ്റേത് ഈ ടാബ്ലറ്റ് കുടിക്കുമ്പോൾ ഭയങ്കര ക്ഷീണമാണ്, ഇങ്ങനെയൊന്നും നിൽക്കാൻ പറ്റില്ല. ഇപ്പം ക്ഷീണം തന്നെയാണ്, ഇപ്പം ബെഡ് റെസ്റ്റ് തന്നെയാണ്. മീൻസ് അതങ്ങനെയാണ്, ടാബ്ലറ്റ് കുടിക്കുമ്പം ക്ഷീണം ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു ടെൻഷനാണ്. ഓക്കെ, അപ്പോൾ അന്നത്തെ വിശേഷം കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഡേ മോർണിംഗ് കേട്ടോ. അപ്പോൾ ഇതും ഞാൻ നമ്മൾ അറോറയിലോട്ട് പോകുന്നത് ഡ്രസ്സ് ഒന്ന് സെറ്റാക്കാൻ, മേക്കപ്പ് റെഡിയാക്കാൻ. ഡ്രസ്സ് കണ്ടോ, എൻ്റെ റീനു, റോസു, റൂഹി, ഞങ്ങൾ 4 പേരുടെയും ഡ്രസ്സ് ഫാബ്രിയ ഡിസൈൻസിൽ നിന്ന് ഡിസൈൻ ചെയ്തു കേട്ടോ. ഇത്തവണ ഞങ്ങൾ ഒരേപോലെ ഡ്രസ്സ് എടുക്കേണ്ടെന്ന് വിചാരിച്ചു. എല്ലാവരും കളർഫുൾ ആവട്ടെ വിചാരിച്ചു. ഒരേ പാറ്റേണിൽ ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൽ, എല്ലാം പേസ്റ്റൽ ഷെയ്ഡ്സാണ്. അപ്പോൾ റൂഹിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ടില്ല കണ്ടോ. അതെന്താണെന്ന് വെച്ചാൽ തലേ ദിവസം രാത്രിയാണല്ലോ ഡ്രസ്സ് റെഡിയായി കിട്ടിയത്. അപ്പോൾ റൂഹിക്ക് സ്കേർട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്കേർട്ട് കുറച്ച് ഇറക്കം കൂടുതലാണ്. അപ്പോൾ ഞാനും മക്കളെ അറോറ നമ്മൾ ബ്യൂട്ടി സലൂണിന് ഇറക്കിയിട്ട് ഫാബ്രിയയിൽ പോയി. ഫാബ്രിയ രാവിലെ തുറക്കുന്നു പറഞ്ഞ് അങ്ങോട്ട് അവിടുന്ന് റൂഹിൻ്റെ ഡ്രസ്സ് എന്താ പറയുക, ഇറക്കമൊന്ന് കുറച്ചു ഒക്കെ ചെയ്യായിരുന്നു. രാവിലത്തെ പണി കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ കല്യാണത്തിന് അന്നാപ്പത്. പിന്നെ ഇക്കൻ്റെ വീഡിയോയിൽ മറ്റേ കയറുന്ന വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും ഇക്ക പുതിയ ഷർട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു പുതിയ ഷർട്ട് ഇല്ലാണ്ട് പോകാൻ പറ്റൂല നിർബന്ധിച്ചിട്ട്. അപ്പോൾ തന്നെ ഫാമിലി പോയിട്ടൊരു ഷർട്ട് എടുത്തിട്ട് വന്നാൽ മതി എന്നിട്ട് ഇക്ക ഷർട്ട് എടുക്കാൻ പോയതാണ്. കാരണം ഇതൊക്കെ കല്യാണത്തിന് അന്ന് രാവിലെ അവിടെ ഓഡിറ്റോറിയത്തിലാണെങ്കിൽ എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് അവിടെ ഇങ്ങനെ ചുറ്റിത്തിരിയാണ്. പിന്നെ കുട്ടികൾക്ക് മേക്ക് ഓവർ, തലേ ദിവസത്തെ മേക്ക് ഓവർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇവരിപ്പം അതിൻ്റെ ആൾക്കാരായിട്ടുണ്ട്. സംഭവം ഉഷാറാട്ടോ. നമുക്കിങ്ങനെ കുളിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇവിടെ വന്നാൽ മതി. പിന്നെ അവർ നല്ല അടിപൊളിയായിട്ട് നമ്മളെ പറഞ്ഞേക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കുകയാണ്, എനിക്ക് പേഴ്സണലായിട്ട് വീട്ടിൽ വന്ന് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നിട്ടോ. ഇവിടെ ഇപ്പോൾ എപ്പോഴും ഇങ്ങനെ വരുമ്പോഴും ഒരു ഇതല്ലേ. എന്നാലും വരാൻ പറ്റുന്നവർ മാക്സിമം വരാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തു തരുന്നത്, നല്ല കസ്റ്റമർ സർവീസാണ്. പിന്നെ അങ്ങനെ നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ പെണ്ണിൻ്റെയും ചെക്കൻ്റെയൊക്കെ എൻട്രി ഒക്കെ കഴിഞ്ഞു ഞങ്ങൾ വന്നപ്പോഴേക്കും കേട്ടോ. ഇനി എന്താ പറയുക, നാത്തൂനും അളിയനും കൂടിയുള്ള എൻട്രിയാണ്. പിന്നെ അടുത്തത് ഹിബിയും ഷാൽജിയും കൂടിയുള്ള എൻട്രി, അതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ വന്ന സമയത്താണ് ഇപ്പോൾ ഇതൊക്കെ നടക്കുന്നത്. ഞങ്ങൾ അത്യാവശ്യം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇക്കൊക്കെ കുറേ നേരം നിന്ന് വൈകുന്നേരം വരെ നിൽക്കണമല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആവുന്നത് നല്ലതെന്ന്. ഈ കാണുന്നതൊക്കെ ഉണ്ടല്ലോ, ഇത് നാത്തൂന് ജിമ്മിന് പോകുന്നുണ്ടല്ലോ. അപ്പം ജിമ്മിലെ ഫ്രണ്ട്സാണ് ഈ കാണുന്നതെല്ലാം കേട്ടോ. തിരൂരിലെ ജിമ്മിലെ ഫ്രണ്ട്സാണ്. അപ്പോൾ ഞങ്ങൾ തന്നെ ഷോക്കായിപ്പോയി, ഇത്രയും ആൾക്കാർ ഫ്രണ്ട്സ് ഉണ്ടോ എന്നുള്ളത്, ലേഡീസ്. പിന്നെ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഞാൻ പറഞ്ഞല്ലോ കുറേ വീഡിയോസൊന്നും എടുത്തില്ല. ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. കാരണം ഈ തിരക്കാവുന്നതിന് മുമ്പ് അത്യാവശ്യം ആളുകളെ വിളിച്ചിട്ടുണ്ട്. ഒരു എബോവ് 2000 ആൾക്കാരുള്ളൊരു പരിപാടിയാണ്, വലിയൊരു പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ ചോറ് കഴിക്കാം, അല്ലെങ്കിൽ പിന്നെ ഭയങ്കര റഷാവും വിചാരിച്ചിട്ട്. ചോറ് എന്തൊക്കെയോ ഉണ്ട്, 2 വെറൈറ്റി ചോറ്, ബ്രോസ്റ്റ്, മറ്റേ ബീഫ്, അങ്ങനത്തൊക്കെയോ ഉണ്ട്. പക്ഷെ നമുക്ക് നമ്മളെ വീട്ടിലെ ഫംഗ്ഷന് അറിയാമല്ലോ, നമ്മളങ്ങനെ വല്ലാണ്ട് കഴിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. എന്നാലും വേഗം കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു, അതതിനെക്കാട്ട് രസം. പിന്നെ ഈ ഒരു ദിവസം കാണാത്ത ആൾക്കാരില്ല കേട്ടോ. ഒരുപാട് ആൾക്കാർ നമ്മളല്ല, ഞാനിന്ന് ഇവിടെ വെച്ചിട്ട് കണ്ടു. എന്താ പറയുക, നമ്മളെ വ്യൂവേഴ്സിൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അപ്പോൾ എനിക്ക് കാണുമ്പോൾ അതിനേക്കാളും സന്തോഷം. കുറേ പേര് നമ്മുടെ കൂടെ നിന്നിട്ട് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പേര് പിന്നെ ആ തിരക്കിൽ എനിക്ക് ചിലപ്പം വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, അതുകൊണ്ട് സോറി, ചിലർ ഇൻക്ലൂഡ് ചെയ്യാത്തതുകൊണ്ട്. പിന്നെ ഞങ്ങളുടെ വീഡിയോസ് എടുക്കാൻ പറഞ്ഞ ആൾക്കാരൊന്നും നല്ലപോലെ എടുത്തിട്ടില്ല കേട്ടോ. മീൻസ് നമ്മൾ സ്റ്റേജിൽ എല്ലാവരും കൂടിയുള്ള വീഡിയോസൊക്കെ. റൂയി കണ്ടോ, റൂയിക്ക് ചില സമയത്ത് വീഡിയോ എടുക്കുമ്പോൾ ഒരു ആക്കലാണ് മുഖം. ഇതൊക്കെ നമ്മുടെ വ്യൂവേഴ്സാണ്, ഇവിടുത്തെ കുടുംബമുണ്ട്, ബട്ട് നമ്മുടെ വ്യൂവേഴ്സാണ്. ഇതിൻ്റെ അനിയത്തിൻ്റെ ചെറിയ മോനാട്ടോ. അവന് വന്ന പഠനം മാമീന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ്. പിന്നെ ഇതൊക്കെ ഇക്കാൻ്റെ കസിൻസ്, ഇക്കാൻ്റെ ബ്രദറിൻ്റെ സിസ്റ്ററിൻ്റെ മക്കളൊക്കെയാണ്. പിന്നെ ഞങ്ങളുടെ വീഡിയോസൊക്കെ എടുത്തു. ഞങ്ങൾ വീഡിയോസ് ശരിക്കും പോലെ എടുത്തിട്ടില്ല, അത് സത്യമാണ്. ഞങ്ങളുടെ ഡ്രസ്സിൻ്റെ ഞാൻ എപ്പോഴും വിചാരിക്കും ആ ഒരു തിരക്കിൽ നമുക്കൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ അങ്ങനെ കല്യാണം അത്യാവശ്യം സമയം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്താ പുയ്യാപ്പിളും പുയ്യണ്ണൊക്കെ ഇറങ്ങുന്ന സമയത്ത് കുറച്ച് കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അത് എടുത്തില്ല. എന്താ പറയുക,
അവൾ മിന്നു ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എൻ്റെ റീനുവിൻ്റെ പോലെ തന്നെയാണ്. അപ്പം വിഷമമുണ്ട്, പക്ഷെ നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ, അവരുടെ നല്ലതിന് വേണ്ടിയിട്ടാണല്ലോ ഈ പറഞ്ഞേക്കുന്നത്. അങ്ങനെ പിന്നെ കല്യാണം അവളെ മീൻസ് അവരവിടേക്ക് പോകണം, അവർ കൊണ്ടോട്ടിയിലോട്ടാണ് കല്യാണം കഴിപ്പിക്കുന്നത്. അപ്പം ഇനി അവിടേക്ക് പോകണം. അപ്പോൾ പോകുമ്പോൾ ഇക്കാക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ ബ്രദറിൻ്റെ മോനാണ് ഷാദിനാണ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ റിയാസ് എന്നാണ് മിന്നുയുടെ ഹസ്ബൻഡിൻ്റെ പേര്. മിന്നുയുടെ പേര് ഷിംനി എന്നാട്ടോ. അവിടെ എത്തിയപ്പം അവിടെയും ഫുഡ്. അപ്പോൾ ഇവിടെ പിന്നെ വൈകുന്നേരത്തെ ഫുഡാണ്, അപ്പോൾ അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തായാലും അടിപൊളിയായി. പിന്നെ നെയ്പ്പത്തിരി എനിക്ക് എന്നും ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നെയ്പ്പത്തിരിയാണ്. പൊറോട്ട ഒന്നും എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. പിന്നെന്താ, മിന്നുവിൻ്റെ ഫേസൊക്കെ മാറി മറിയുന്ന കണ്ടില്ലേ, ഭയങ്കര ചിരിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു. പിന്നെ ഇവിടെയും നമുക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ എൻട്രി ആയിരുന്നു, അവരുടെ വീട്ടുകാരുടെ എൻട്രി ആയിരുന്നു. പിന്നെ ഞങ്ങൾ അധികം നേരം നിന്നില്ല കേട്ടോ. ആൾ കരച്ചിൽ കണ്ടപ്പോൾ തന്നെ പിന്നെ സങ്കടമായി, വീഡിയോ ഒന്നും എടുത്തില്ല ഞാൻ. പിന്നെ അങ്ങനെ ഞങ്ങൾ പോവാട്ടോ. പിന്നെ ഇവിടെ എപ്പോഴും ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ കേട്ടോ.